നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീഷാർട്ട് പി സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. മലയാളം ഭാഗത്ത് നിന്നുള്ള വിപരീത പദങ്ങൾ എന്ന ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് 1 മാർക്ക് ഉറപ്പായും കിട്ടുന്ന ഒരു ഭാഗമാണ് ഈ വിപരീത പദങ്ങൾ എന്ന പോർഷൻ. അപ്പോൾ ഓരോ മാർക്കും നമ്മുടെ റാങ്കിനെ നിശ്ചയിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഈ ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. കൃത്യമായ നോട്ടുകൾ ഉണ്ടാക്കി പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് ഈ ക്ലാസ്സിലോട്ട് കിടക്കാം. അഗ്രജൻ്റെ വിപരീത പദം അവരജൻ. അഗ്രജൻ അവരജൻ. അഘം അനഘം. അണിയം അമരം. അത്ര തത്ര. അത്രയുടെ വിപരീത പദമാണ് തത്ര. അധപതനം ഉത്പതനം. അധപതനം ഉത്പതനം. അധമം ഉത്തമം. അധമം ഉത്തമം. അധമൻ ഉത്തമൻ. അധമർണൻ ഉത്തമർണൻ. അധമർണൻ ഉത്തമർണൻ. അധുനാദനം അധുനാദനം പുരാതനം. അധുനാദനം പുരാതനം. അധോഗതി ഉദ്ഗതി. അധോഭാഗം ഉപരിഭാഗം. അധോഭാഗം ഉപരിഭാഗം. ദെൻ അനുകൂലം പ്രതികൂലം. അനുകൂലം പ്രതികൂലം. അനുഗ്രഹം നിഗ്രഹം. അനുഗ്രഹം നിഗ്രഹം. അന്തർഭാഗം ബഹിർഭാഗം. അന്തർഭാഗം ബഹിർഭാഗം. അപകാരം ഉപകാരം. അപകാരം ഉപകാരം. അപരാധി നിരപരാധി. അപരാധി നിരപരാധി. അപായം ഉപായം. അപായം ഉപായം. അപേക്ഷ ഉപേക്ഷ. അപേക്ഷ ഉപേക്ഷ. അബദ്ധം സുബദ്ധം. അബദ്ധം സുബദ്ധം. അഭാവം സാന്നിധ്യം. അഭാവം സാന്നിധ്യം. അഭിജ്ഞൻ അജ്ഞൻ. അഭിജ്ഞൻ്റെ വിപരീത പദമാണ് അജ്ഞൻ. അവർണൻ സവർണൻ. അവർണൻ സവർണൻ. അർഹം അനർഹം. ആക്രമണം പ്രതിരോധം. ആക്രമണത്തിൻ്റെ വിപരീത പദം പ്രതിരോധം. ആഗമനം നിർഗമനം. ആഗമനം നിർഗമനം. ആച്ഛാദനം അനാച്ഛാദനം. ആച്ഛാദനം അനാച്ഛാദനം. ആഡംബരം അനാഡംബരം. ആപത്ത് സമ്പത്ത്. ആദി അന്തം. ആദിയുടെ വിപരീത പദമാണ് അന്തം. ആധുനികം പ്രാചീനം. ആഭ്യന്തരം ബാഹ്യം. ആയം വ്യയം. ആരോഹണം അവരോഹണം. ആരോഹണം അവരോഹണം. ആര്യൻ അനാര്യൻ. ആവിർഭാവം തിരോഭാവം. ആവിർഭാവം തിരോഭാവം. ആവൃതം അനാവൃതം. ആവൃതം അനാവൃതം. ആസ്ഥ അനാസ്ഥ. ആസ്ഥ അനാസ്ഥ. ഇകഴ്ത്തൽ പുകഴ്ത്തൽ. ഇമ്പം തുമ്പം. ഇമ്പം തുമ്പം. ഇളപ്പം വലുപ്പം. ഇളപ്പം വലുപ്പം. ഈ ദൃശ്യം താദൃശ്യം. ഉഗ്രം ശാന്തം. ഉചിതം അനുചിതം. ഉച്ചം നീചം. ഉത്തരം ദക്ഷിണം. ഉദയം അസ്തമയം. ഉദാഹരണൻ കൃപണൻ. ഉദാഹരണൻ കൃപണൻ. ഉദ്ഗ്രഥനം അപഗ്രഥനം. ഉദ്ഗ്രഥനം അപഗ്രഥനം. ഉദ്ധതം സൗമ്യം. ഉദ്ധതം സൗമ്യം. ഉന്മദ്യം നതമത്യം. ഉന്മത്യം നതമത്യം. ഉന്മീലനം നിമീലനം. ഉന്മീലനം നിമീലനം. ഉന്മുഖൻ അധോമുഖൻ. ഉപകാരം അപകാരം അഥവാ ഉപദ്രവം. ഉപകാരം അപകാരം അഥവാ ഉപദ്രവം. ഉഭേദം അഭേദം. ഉഭേദം അഭേദം. ഉപക്രമം ഉപസംഹാരം. ഉപക്രമം ഉപസംഹാരം. ഉത്പത്തി നാശം. ഉഷ്ണം ശീതം. ഉഷ്ണം ശീതം. ഉത്സാഹം നിരുത്സാഹം. ഊർധ്വഭാഗം അധോഭാഗം. ഊർധ്വഭാഗം അധോഭാഗം. ഋജു വക്രം. ഋജു വക്രം. ഋണം അനിഋണം. ഋണം അനിഋണം. ഋതം അനിർധം. ഋതം അനിർധം. എളുപ്പം പ്രയാസം. എളുപ്പത്തിൻ്റെ വിപരീത പദം പ്രയാസം. ഏകം അനേകം. ഏകത്വം നാനാത്വം. ഏകത്വം നാനാത്വം. ഐക്യം അനൈക്യം. ഐഹികം പാരത്രികം. ഐഹികം പാരത്രികം. ഒറ്റ ഇരട്ട. ഒളിവ് തെളിവ്. ഓജം യുഗ്മം. ഔചിത്യം അനൗചിത്യം. കഠിനം മൃദു. കതിര് പതിര്. കതിരിൻ്റെ വിപരീത പദമാണ് പതിര്. കമ്പനം നിഷ്കമ്പനം. കൽപ്പിതം വാസ്തവം. കിഞ്ചിജ്ഞൻ സർവജ്ഞൻ. കിഞ്ചിജ്ഞൻ സർവജ്ഞൻ. കുചേലൻ കുബേരൻ. കുന്ന് കുഴി. കുന്ന് കുഴി. കുമാർഗം സുമാർഗം. കുപ്രസിദ്ധം സുപ്രസിദ്ധം. കുപ്രസിദ്ധം സുപ്രസിദ്ധം. കൃതം അകൃതം. കൃതജ്ഞത കൃതജ്ഞത കൃതജ്ഞത. അപ്പോൾ അവിടെ അക്ഷരം മാത്രമാണ് വ്യത്യാസം വരുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. കൃതജ്ഞത കൃതജ്ഞത എന്ന് വരും. ശ്രദ്ധിച്ചു വയ്ക്കുക. കൃത്രിമം അകൃത്രിമം. കൃപണൻ ഉദാരൻ. ക്ലിഷ്ടം അക്ലിഷ്ടം. ക്ലിഷ്ടം അക്ലിഷ്ടം. ക്ലിഷ്ടം അക്ലിഷ്ടം. ക്ഷമ അക്ഷമ. ക്ഷയം
അക്ഷയം, ക്ഷരം അക്ഷരം, ഖണ്ഡം അഖണ്ഡം, ഘാടം ശിഥിലം. ഗുണം ദോഷം, ഗുരുത്വം ലഘുത്വം, ഗോചരം അഗോചരം, ഗ്രാമീണം നാഗരികം, ഗ്രാമ്യം സഭ്യം, ചഞ്ചലം അചഞ്ചലം, ചരം അചരം, ചലം അചലം, ചരം അചരം, ചലം അചലം. ചാരെ ദൂരെ, ച്യുതം അച്യുതം, ജംഗമം സ്ഥാവരം, ജംഗമത്തിൻ്റെ വിപരീത പദമാണ് സ്ഥാവരം. ജഡം ഛേദനം, ജഡത്തിൻ്റെ വിപരീത പദം ഛേദനം. ഛേദനം എന്ന് പറഞ്ഞാൽ ജീവനുള്ളത് എന്നുള്ളതാണ് അർത്ഥം. ജനി മൃതി, ജനി എന്ന് പറഞ്ഞാൽ ജനിക്കുക, മൃതി എന്ന് പറഞ്ഞാൽ മരണം. ദെൻ ജനനം മരണം എന്ന് പറയുന്ന പോലെ തന്നെയാണ് ജനി മൃതി. ജാഗ്രത സുഷുപ്തി, തല കട, തവ മമ, തവയുടെ വിപരീത പദമാണ് മമ. തിക്തം മധുരം, തിക്തം എന്ന് പറഞ്ഞാൽ കയ്പ്, മധുരം. ജയം പരാജയം, ത്യാജ്യം ഗ്രാഹ്യം, തൃപ്തി അതൃപ്തി, ദക്ഷിണം ഉത്തരം. ദെൻ ദക്ഷിണം വാമം, ദക്ഷിണത്തിൻ്റെ ഓപ്പോസിറ്റ് വാമം. ദക്ഷിണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റയിലെ ഒരു ദിക്കിനെ സൂചിപ്പിക്കുന്നതാണ്, അതാണ് ദക്ഷിണം ഉത്തരം എന്നും. ദക്ഷിണം വാമം, നമ്മുടെ ഇടത്തുവശം വലത്തുവശം എന്ന് പറയുന്ന പോലെയാണ് ദക്ഷിണം വാമം എന്ന് പറയുന്നത്. ദെൻ ദരിദ്രൻ സമ്പന്നൻ, ദുർഗ്രാഹ്യം സുഗ്രാഹ്യം, ദുർമുഖൻ സുമുഖൻ, ദുർമുഖൻ സുമുഖൻ, ദുർലഭം സുലഭം, ദൂരം സമീപം, ദൃശ്യം അദൃശ്യം, ദ്വേഷം രാഗം, ധീരൻ ഭീരു, ധീരൻ ഭീരു. നന്മ തിന്മ, നെടിയ കുറിയ, നിത്യം അനിത്യം, നിത്യം അനിത്യം, നിന്ദ്യൻ വന്ദ്യൻ, നിന്ദ്യൻ വന്ദ്യൻ, നിശ്ചിതം അനിശ്ചിതം, നിശ്വാസം ഉച്ഛ്വാസം. ദെൻ നിശ്വാസം ഉച്ഛ്വാസം. ദെൻ നിരുപാധികം സോപാധികം, നിരുപാധികം സോപാധികം, നീചം ഉച്ചം, നീതി അനീതി, നേർത്ത പരുത്ത, നേട്ടം കോട്ടം, ന്യൂനം അന്യൂനം, ന്യൂനത്തിൻ്റെ വിപരീത പദം അന്യൂനം. പണ്ഡിതൻ പാമരൻ, ഇതൊന്ന് ശ്രദ്ധിച്ചു വെച്ചോളാം, പല പരീക്ഷകളിലും കണ്ടിട്ടുള്ളതാണ്. പണ്ഡിതൻ പാമരൻ. പതുക്കെ ഉറക്കെ അഥവാ വേഗം, രണ്ടും വരാം. പതുക്കെ എന്നുള്ളത് ഉറക്കെ അഥവാ വേഗത്തെ. ദെൻ പരകീയം സ്വകീയം, പരദേശം സ്വദേശം, പരദേശം സ്വദേശം, പരദേശം സ്വദേശം. പരസ്യം രഹസ്യം, പരസ്യം രഹസ്യം. പരിഷ്കൃതം അപരിഷ്കൃതം, പരിഷ്കൃതം അപരിഷ്കൃതം. പരുഷം മൃദുലം, പരുഷം മൃദുലം. പശ്ചിമം പൂർവം, പശ്ചിമം പൂർവം. പുതുമ പഴമ, പുരോഗതി പശ്ചാത്ഗതി, പുരോഗതി പശ്ചാത്ഗതി. പുരോഗമനം പശ്ചാത്ഗമനം, പുരോഗമനം പശ്ചാത്ഗമനം. ശ്രദ്ധിച്ചു വെച്ചോളാം, പുരോഗമനം പശ്ചാത്ഗമനം. പൂർവം പരം അഥവാ പശ്ചിമം, രണ്ടും പറയാം, രണ്ടും വിപരീതപദമായിട്ട് വരാം. പൂർവ്വത്തിൻ്റെ വിപരീതപദമായിട്ട് പരവും പശ്ചിമവും വരാം. ദെൻ പ്രതിവാദി, പ്രതിപത്തി വിപ്രതിപത്തി, പ്രതിപത്തി വിപ്രതിപത്തി. പ്രത്യക്ഷം പരോക്ഷം, പ്രത്യക്ഷം പരോക്ഷം. പ്രദക്ഷിണം അപ്രദക്ഷിണം, പ്രഭാതം പ്രദോഷം, പ്രഭാതത്തിൻ്റെ വിപരീത പദമാണ് പ്രദോഷം. പ്രയാസം നിഷ്പ്രയാസം അഥവാ എളുപ്പം, രണ്ടും പറയാം. ദെൻ പ്രശ്നം ഉത്തരം, പ്രാചി പ്രതീജി, പ്രാചി പ്രതീജി. പ്രാചീനം അർവാചീനം, പ്രാചീനം അർവാചീനം. പ്രിയം അപ്രിയം. ബന്ധൻ മുക്തൻ, ബന്ധൻ എന്ന് പറഞ്ഞാൽ എന്തിനോട് ബന്ധിച്ചവൻ, മുക്തൻ എന്ന് പറഞ്ഞാൽ ഒന്നിനോട്ട് ബന്ധനമില്ലാത്തവൻ എന്നാണ് മുക്തൻ എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ബന്ധൻ മുക്തൻ. ബന്ധനം മോചനം, ബന്ധനം ബന്ധനത്തിൻ്റെ വിപരീത പദം മോചനം. ബഹിർമുഖം അന്തർമുഖം, ബഹിർമുഖം അന്തർമുഖം. ബാഹ്യം ആഭ്യന്തരം, ഭാഗ്യം നിർഭാഗ്യം, ഭാഗ്യത്തിൻ്റെ വിപരീത പദം നിർഭാഗ്യം. ഭംഗി അഭംഗി, ഭംഗിയുടെ വിപരീത പദം അഭംഗി. മണ്ഡനം ഖണ്ഡനം, മണ്ഡനം ഖണ്ഡനം. മന്ദം വിപരീതപദം ശീഘ്രം അഥവാ ദ്രുതം, ശീഘ്രം അഥവാ ദ്രുതം. ദെൻ മോദം ഖേദം, മോദം ഖേദം. യുക്തം അയുക്തം, യുക്തം അയുക്തം. രക്ഷ ശിക്ഷ, രവം നീരവം, രസം നീരസം, രന്ധ്രം നീരന്ധ്രം. രഹിതം സഹിതം, ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോളാം, രഹിതം സഹിതം. ലഘിമ ഖരിമ, ലഘിമ ഖരിമ. ലഘു ഗുരു, ലഘു ഗുരു. ലഘുത്വം ഗുരുത്വം, ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക, ലഘുത്വം എന്നാണ് എഴുതുക. ലഘുത്വം എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ വാക്യശുദ്ധിയിലൊക്കെ നമുക്ക് തരും, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം. അതുപോലെ ഗുരുത്വം എന്നുള്ളതാണ് ശരി, ഗുരുത്വമല്ല ഗുരുത്വം. ദെൻ ലളിതം കഠിനം, ലളിതത്തിൻ്റെ വിപരീത പദം കഠിനം. ലാഘവം ഗൗരവം. ദെൻ നമ്മൾ
അർത്ഥത്തിൽ പറയാറുണ്ട്, അല്ലെ ഒറ്റപ്പദത്തിൽ പറയാറുണ്ട്. ഗൗരവം എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ഭാവം ഗൗരവം എന്ന് പറയാറുണ്ട്. അപ്പോൾ ലഘുത്വം, ഗുരുത്വം. ലളിതം, കഠിനം. ലളിതം, കഠിനം. ലാഘവം, ഗൗരവം. നമ്മൾ പറഞ്ഞു ലാഘവം തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗൗരവം. ലാഭം, നഷ്ടം. ലംഘ്യം, അലംഘ്യം. വർണ്ണ്യം, അവർണ്ണ്യം. വർജ്യം, സ്വീകാര്യം. വാദി, പ്രതി. വിദേശം, സ്വദേശം. വിഫലം, സഫലം. വിയോഗം, സംയോഗം. വിരസം, സരസം. വിരളം, ബഹുലം. വിശ്വാസം, അവിശ്വാസം. വിവൃതം, സംവൃതം. വിവൃതം, സംവൃതം. വിഷണ്ണം, പ്രസന്നം. വൃദ്ധി, ക്ഷയം. അതൊന്ന് ശ്രദ്ധിച്ചു വെച്ചോളാം. വൃദ്ധി, ക്ഷയം. വേലിയേറ്റം, വേലിയിറക്കം. വൈരം, സഖ്യം. വൈരത്തിൻ്റെ വിപരീത പദം സഖ്യം. വൈരം എന്ന് പറഞ്ഞാൽ എന്താണ്? ശത്രുത. സഖ്യം എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കൾ എന്നുള്ള അർത്ഥത്തിൽ. വ്യക്തം, അവ്യക്തം. വൃഷ്ടി, സമഷ്ടി. വൃഷ്ടിയുടെ ഓപ്പോസിറ്റ് പദമാണ്, വിപരീത പദമാണ് സമഷ്ടി. ശ്രദ്ധിച്ചു വെച്ചോളാം. വ്യാജം, നിർവ്യാജം. ശാന്തം, ഉഗ്രം. ശിക്ഷ, രക്ഷ. ശിഷ്ടൻ, ദുഷ്ടൻ. ശീഘ്രം, മന്ദം. ശോഷണം, പോഷണം. ശുഭം, അശുഭം. ശ്രദ്ധ, അശ്രദ്ധ. ശ്ലാഘ്യം, ഗർഹം. ശ്ലാഘ്യം, ഗർഹം. സങ്കടം, സന്തോഷം. സജീവം, നിർജീവം. സത്യം, അസത്യം. മിഥ്യ. സത്യത്തിൻ്റെ വിപരീത പദം അസത്യവും മിഥ്യവും വരാം, രണ്ടും വരാം. സത്ത്, അസത്ത്. സദാചാരം, ദുരാചാരം. സദാചാരം, ദുരാചാരം. അനാഥം, സനാഥം. സനാഥത്തിൻ്റെ വിപരീത പദം അനാഥം. സന്താപം, സന്തോഷം. സംഭരണം, വിതരണം. സംഭരണം, വിപരീത പദം വിതരണം. സഭ്യം, അസഭ്യം. സഭ്യത്തിൻ്റെ വിപരീത പദം അസഭ്യം. സമം, വിഷമം അഥവാ അസമം. സമത്തിൻ്റെ വിപരീത പദമാണ് വിഷമം അഥവാ അസമം. സമത്വം, അസമത്വം. സഹ്യം, അസഹ്യം. സഹകരണം, നിസ്സഹകരണം. സാധാരണം, അസാധാരണം. സാമാന്യം, വിശേഷം. സാമാന്യം, വിശേഷം. സാരം, നിസാരം. സുഖരം, ദുഷ്കരം. സുഗമം, ദുർഗമം. സുഗഭൻ, ദുർഭകൻ. സുഭകൻ, ദുർഭകൻ. സുഭിക്ഷം, ദുർഭിക്ഷം. സുമതി, കുമതി. സുമതി, കുമതി. സുലഭം, ദുർലഭം. സുസഹം, ദുസ്സഹം. സൂക്ഷ്മം, സ്ഥൂലം. സൃഷ്ടി, സംഹാരം. സൗന്ദര്യം, വൈരൂപ്യം. സൗന്ദര്യം, വൈരൂപ്യം. സംയോഗം, വിയോഗം. സ്പഷ്ടം, അസ്പഷ്ടം അഥവാ വിസ്പഷ്ടം. ഇവ രണ്ടും വരാം. അസ്പഷ്ടവും വിസ്പഷ്ടവും വരാം. സ്വകീയം, പരകീയം. സ്വതന്ത്രം, പരതന്ത്രം. സ്വതന്ത്രം എന്നാണ് കേട്ടോ, സ്വാതന്ത്ര്യം എന്നല്ല. അപ്പോൾ നമുക്ക് വാക്യശുദ്ധിയിൽ അതും തരാം. സ്വാതന്ത്ര്യം ഏതാണ് ശരി എന്ന് പറഞ്ഞിട്ട് സ്വതന്ത്രമാണ്. സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യം. പാരതന്ത്ര്യം, സ്വതന്ത്രം എന്നുള്ളതിൻ്റെ വിപരീത പദം പരതന്ത്രം. സ്വാതന്ത്ര്യം എന്നുള്ളതിൻ്റെ പാരതന്ത്ര്യം. ദെൻ സ്വാർത്ഥം, പരാർത്ഥം. സ്വാർത്ഥം, പരാർത്ഥം. സ്വാരസ്യം, അസ്വാരസ്യം. ഹിതം, അഹിതം. ഹിതം എന്ന് പറഞ്ഞാൽ വിപരീത പദം അഹിതം. ഹിതത്തിൻ്റെ ഹിതം പറഞ്ഞാൽ നല്ലത്, അഹിതം നന്നല്ലാത്തത്, മറ്റൊൻ്റെ അഹിതം എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹിതത്തിൻ്റെ വിപരീത അഹിതം. ഹിംസ, അഹിംസ. ഹിംസ എന്ന് പറഞ്ഞാൽ കൊല്ലുക, അഹിംസ കൊല്ലാതിരിക്കുക. ഹ്രസ്വം, ദീർഘം. ഹ്രാസം, വികാസം. ഹ്രാസം, വികാസം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ എളുപ്പമുള്ള എങ്കിലും വളരെ പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള വിപരീത പദങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വളരെ കുറച്ച് നേരം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. 1 മാർക്ക് നമുക്ക് ഉറപ്പാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പ്രധാനപ്പെട്ടത് മാത്രമാണ് ഞാൻ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ബാക്കിയൊക്കെ വേഗം പറഞ്ഞു പോകണം. അത്രയും എളുപ്പമാകൊണ്ടാണ് അങ്ങനെ വേഗത്തിൽ പറഞ്ഞു പോയിട്ടുള്ളത്. ക്ലാസ് മുഴുവനായിട്ട് കേൾക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.